അടുത്തായി നമ്മൾ നോക്കുന്നത് 2023 കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി എന്നുള്ളതിന്റെ പെഡഗോഗി ക്വസ്റ്റ്യൻസ് ആണ്. 2023 നടത്തിയിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഫസ്റ്റ്ലി നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ബ്ലൂംസ് ടാക്സോണമിക്കൽ അപ്രോച്ചസ് ടു ദി ടീച്ചിങ് ഓഫ് കൊമേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ ബ്ലൂംസ് ടാക്സോണമിക്കൽ അപ്രോച്ചസ് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. പഴയ ടാക്സോണമിക്കൽ അപ്രോച്ച് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് ബ്ലൂംസിൻ്റെതാണ് പഴയ ടാക്സോണമിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. പുതിയ അപ്രോച്ച് എന്ന് പറയുന്നത് അത് ക്രാദോളിൻ്റെതാണ്, ആൻഡേഴ്സൺ ആൻഡ് ക്രാദോളിൻ്റെതാണ്. അത് അങ്ങനെ സെപ്പറേറ്റ് ചോദിച്ചെങ്കിൽ മാത്രം, അല്ലെങ്കിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി 2001 ചോദിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ റിവൈസ്ഡ് ആയിട്ട് എഴുതേണ്ടതുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് യൂണിറ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് ദി എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് കൊമേഴ്സ് എന്നുള്ളതാണ് അറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതായത് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് കൊമേഴ്സ് നമ്മുടെ കൺസേൺഡ് സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേച്ചറോ എയിംസോ വാല്യൂസോ ഒക്കെ സെപ്പറേറ്റ് ചോദിക്കുന്നതായിട്ട് കാണാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും, അതായത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. അത് ഒന്ന് ടാക്സോണമിക്കൽ അപ്രോച്ചിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, രണ്ടാമത് നമ്മുടെ കൺസേൺഡ് പെഡഗോഗിക്കൽ സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എയിംസ്, വാല്യൂസ്, നേച്ചർ, സ്കോപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഓരോന്നാണ്, 2 വീതമാണ് നമ്മളോട് ചോദിക്കുക. ദെൻ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി കോൺസെപ്റ്റ് ആൻഡ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മൈക്രോ ടീച്ചിങ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ തന്നെ മൈക്രോ ടീച്ചിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. മൈക്രോ ടീച്ചിങ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അത് ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ദെൻ അതിന്റെ ഓപ്ഷനിലായിട്ട് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ദ സ്റ്റിമുലസ് വേരിയേഷൻ ബൈ യൂസിങ് എ സ്മോൾ മൈക്രോ ടീച്ചിങ് യൂണിറ്റ്സ് ഫ്രം ഹയർ സെക്കൻഡറി കൊമേഴ്സ് എന്നുള്ളത്. അവിടെയും നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് മൈക്രോ ടീച്ചിങ് ആണ്. അത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് നോട്ട് ചെയ്യുക. സോ 2 യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. 4 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. ദെൻ തേർഡ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് ലെസൺ പ്ലാൻ തന്നെയാണ്. അതിൽ മോറിസൺ ടീച്ചിങ് മോഡൽ ഓഫ് ലെസൺ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൽ ചോയ്സ് വന്നിട്ടുള്ളതും എന്ത് തന്നെയാണ്, ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ തന്നെയാണ്. അത് സെലക്ട് എനി വൺ ടോപ്പിക് ഫ്രം ഹയർ സെക്കൻഡറി കൊമേഴ്സ് സിലബസ് ആൻഡ് പ്രിപ്പയർ എ ലെസൺ പ്ലാൻ ഫോർ 45 മിനിറ്റ്സ് പീരിയഡ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു പീരീഡ് എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലിലുള്ള ലെസൺ പ്ലാൻ ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യുകയും, കൊമേഴ്സിനെ സംബന്ധിച്ചുന്ന ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യുകയും, എന്നിട്ട് ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കാൻ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഫോർത്ത് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് വാട്ട് ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദെൻ അടുത്ത് കെല്ലർ പ്ലാനിനെ കുറിച്ചാണ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കെല്ലർ പ്ലാൻ വിത്ത് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളത്. അത് ഫോർത്ത് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻഡ് എസ്എ അബൌട്ട് ബ്ലെൻഡഡ് ലേണിംഗ്. 2024 ഈ ബ്ലെൻഡഡ് ലേണിംഗ് ഷോർട്ട് ആൻസർ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എസ്എ ആയിട്ടാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഔട്ട്ലൈൻ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് കൊമേഴ്സ് ടെക്സ്റ്റ് ബുക്ക്. ഹൗ വിൽ യു ഇവാലുവേറ്റ് ഇൻ കൊമേഴ്സ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് യൂണിറ്റിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടി ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബ്ലെൻഡഡ് ലേണിംഗ്, ഫ്ലിപ്ഡ് ലേണിംഗ് മാത്രം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. ഓരോ യൂണിറ്റിൽ നിന്നും 2 വീതം ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടുള്ളത്. അടുത്ത ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് ബിഹേവിയർ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറയേണ്ടത്. അത് നിങ്ങൾ പെഡഗോഗിക്കൽ സബ്ജക്ട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്, എന്താണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ദെൻ വാട്ട് ഡു യു മീൻ ബൈ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്? എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ, എക്സ്പ്ലെയിൻ ഇൻ ഇറ്റ്സ് കോമ്പണൻസ് എന്നുള്ളതാണ്. എക്സ്പ്ലെയിനിങ് ചെയ്യുന്നതിന്റെ കോമ്പണൻസുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഔട്ട്ലൈൻ ദ ലെസൺ പ്ലാൻ. ഒരു ലെസൺ പ്ലാനെ ഔട്ട്ലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ടീച്ചർ ട്രെയിനിങ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. പോയിന്റ് ഔട്ട് മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് യൂസസ് ഓഫ് ലെക്ചർ മെത്തേഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മെത്തേഡാണ് ലെക്ചർ മെത്തേഡ്. അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും യൂസസിനെ കുറിച്ചുമാണ് ഷോർട്ട് ആൻസർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ ക്ലാസ് റൂമിൽ എങ്ങനെ ഉപയോഗിക്കാം, പിന്നെ അതേപോലെ തന്നെ ലെക്ചർ മെത്തേഡ്, ലെസൺ പ്ലാനിന്റെ ഔട്ട്ലൈൻ. ലെസൺ പ്ലാൻ ഷോർട്ട് ആൻസറും ചോദിക്കുന്നുണ്ട്, എസ്സേയിലും ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ പല ടൈപ്പ് ഓഫ് സ്കില്ലുകളുണ്ട്. ആ സെക്കൻഡ് യൂണിറ്റിലുള്ള എല്ലാ സ്കില്ലുകളെ കുറിച്ചും ഒരു ഔട്ട്ലൈൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഒന്നെങ്കിൽ അത് തന്നെ എസ്സേ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കുന്നതായിട്ട് കാണാം. പിന്നെ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന എടുത്തു ചോദിച്ചിട്ടുള്ള സ്കില്ലുകൾ ഏതൊക്കെയാണോ അത് മാത്രം എടുത്ത് പഠിക്കുക. സോ ഇതാണ് 2023 ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സും എസ്സേസുമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022